ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു വലിയ നോയമ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു വലിയ നോയമ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് വിശുദ്ധീകരണം എങ്ങനെയൊക്കെ നമുക്ക് പ്രാപിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്താൽ വിശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. 1 തിമോത്തിയോസ് 4:5 പറയുന്നത് പോലെ കർത്താവിൻ്റെ വചനത്താൽ നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസ തീവ്രത മൂലം വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 26:18 നമ്മുടെ വിശ്വാസം മൂലം നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. റോമർ 15:15 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ തെറ്റായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മടക്കി വരുത്തും. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി മോചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ 1 യോഹന്നാൻ 1:7 പറയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം വിശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മളൊരു അനുതാപത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, തെറ്റായ വഴികളിൽ നിന്ന് മുടിയനായ പുത്രൻ്റെ പോലെ ഒരു മടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, 1 യോഹന്നാൻ 1:9 പറയുന്നത് പോലെ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇങ്ങനെ വിവിധ നിലകളിൽ നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കപ്പെടുമ്പോൾ, അന്ന് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ 3 പെരുന്നാളുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഒന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ഒരു ശുദ്ധീകരണത്തിൻ്റെ പെരുന്നാൾ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ പുളിപ്പുകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നീക്കിക്കളയണം. നമ്മുടെ ജീവിതത്തിലെ പാപസംബന്ധമായ കാര്യങ്ങൾ, ശാപസംബന്ധമായ കാര്യങ്ങൾ, ദൈവത്തിന് ഹിതകരമല്ലാത്ത നമ്മുടെ ചിന്തകൾ, പ്രവർത്തികൾ എല്ലാം അങ്ങനെയുള്ള എല്ലാ പുളിപ്പുകളും, അസൂയ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ എല്ലാ പുളിപ്പുകളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് നീക്കിക്കളയുമ്പോൾ പുളിപ്പില്ലാത്ത ഒരപ്പത്തിൻ്റെ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ ആഘോഷിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും. രണ്ടാമതായിട്ട് കൊയ്ത്ത് പെരുന്നാൾ. ഒരു പുളിപ്പുകളെ നീക്കുമ്പോൾ ഒരു കൊയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്നു. കൊയ്ത്ത് അധികമുണ്ട്, വേലക്കാരോ ചുരുക്കം. അങ്ങനെയുള്ള ഒരു കൊയ്ത്ത്, ഒരു ആത്മീക കൊയ്ത്ത് നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കും. കാരണം അനേക ആത്മാക്കളെ കർത്താവിലേക്ക് നേടുക എന്നുള്ളൊരു വലിയ ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ദൗത്യം നിറവേറ്റുവാൻ ഒരു വലിയ കൊയ്ത്ത് പെരുന്നാളിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകും. മൂന്നാമതായിട്ട് കായ്ക്കനി പെരുന്നാൾ. അതായത് ഒരു കൊയ്ത്ത് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു കായ്ക്കനികളുടെ ഒരു വലിയ വിളവെടുപ്പ് ഉണ്ട്. അതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മസന്തോഷം നൽകുന്ന നാളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ കൊയ്ത്ത് പെരുന്നാൾ നമ്മളിൽ നടക്കുമ്പോൾ ഒരു വലിയ കായ്ക്കനിയുടെ അനുഭവവും ആ ഒരു കായ്ക്കനി പെരുന്നാൾ ആഘോഷിക്കാൻ തക്കവണ്ണവും നമുക്ക് സാധിക്കും. ആ കായ്ക്കനികളാണ് ആത്മബലങ്ങൾ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, വിശ്വസ്ത, പരോപകാരം, അങ്ങനെ ആത്മാവിൻ്റെ 7 ബലങ്ങളെയും അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കും. അങ്ങനെ ഈ 3 പെരുന്നാളുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതം നമ്മളിൽ നിറവേറപ്പെടുന്നു. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. അങ്ങനെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ അതിന് തക്കതായ ഒരു അനുതാപത്തിൻ്റെ അവസ്ഥകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ഒരു വേർപാട്, നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു വേർപാട്, ദൈവത്തിന് ഹിതകരമല്ലാത്ത എല്ലാ പ്രവർത്തികളിൽ നിന്നും ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതൊരു നോയമ്പ് കാലത്ത് മാത്രമല്ല, അത് കഴിഞ്ഞാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെ നിൽക്കണം, എവിടെയൊക്കെ നിൽക്കരുത്, അങ്ങനെയുള്ളൊരു കൃത്യമായ വേർപാട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങനെ ഒരു വിശുദ്ധിയുടെ ഒരു വലിയ അനുഭവം ഈ ഒരു വലിയ നോയമ്പ് കാലത്ത് നമുക്കെല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്തിൽ ഒരുമിച്ച് നിത്യതയുടെ അവകാശികളായി തീരുവാൻ നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വചനത്തിൽ ഇരുന്നു കൊള്ളുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.